പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 4 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് താൽക്കാലിക ജീവനക്കാർ പണിമുടക്കിയത്. കരാർ കാലാവധി കഴിഞ്ഞ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. സമരം മൂലം കുറച്ചു സമയം OP ടിക്കറ്റ് വിതരണം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണോ ഇന്ന് വരണ്ടാണ് പറയുന്നത് ജീവനക്കാരോട്? അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറഞ്ഞത് ഇത്? ഇന്നലെ പകല് ഒരിക്കലും പേഷ്യൻസിനെ ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടി ഞാൻ സംഭവിക്കില്ല. പേഷ്യൻസിനെ ബുദ്ധിമുട്ടുന്നത് തന്നെ ഇവരെ ഞാൻ തിരിച്ചുവിട്ടുന്നുണ്ട്. പേഷ്യൻസിനോട് തട്ടിക്കയറും, അനാവശ്യമായിട്ട് ഇവരാണ് അവിടുത്തെ അധികാരി എന്ന രീതിയിൽ പേഷ്യൻസിനോട് തട്ടിക്കയറും, മര്യാദയില്ലാത്ത പേഷ്യൻസിനോട് പെരുമാറും. ഇങ്ങനെയുള്ള 4 പേരെ മാത്രമേ ഞാൻ പിരിച്ചുവിട്ടുള്ളൂ. പിരിച്ചുവിട്ടതല്ല, കോൺട്രാക്ട് ചെയ്യാനില്ല, പിരിച്ചുവിട്ടതല്ല. എല്ലാ 6 മാസം നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി. നന്ദുഷ, മോശം പെരുമാറ്റത്തിന്റെ പേരിൽ 4 പേരുടെ കോൺട്രാക്ട് പുതുക്കിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്താണ് സംഭവം? തീർച്ചയായും നിഷാദ്, അങ്ങനെയാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ OP അടക്കം തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നു ഈ താൽക്കാലിക ജീവനക്കാരുടെ സമരമുണ്ടായത്. 4 ജീവനക്കാരെയാണ് HMC പ്രകാരം നിയമിതരായ 4 ജീവനക്കാരെയാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവർ രോഗികളോട് മോശം പെരുമാറ്റം നടത്തിയെന്ന പരാതി നിരന്തരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നാണ് പറയുന്നത്. കരാർ പുതുക്കി നൽകിയിട്ടുമില്ല ഈ ജീവനക്കാരുടെ, അതുകൊണ്ട് തന്നെ ഇവരെ പിരിച്ചുവിടുന്നതിൽ സാങ്കേതിക തടസ്സമില്ല എന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും താൽക്കാലിക ജീവനക്കാർ പണിമുടക്കിയതോടെ രോഗികളാണ് അക്ഷരാർത്ഥത്തിൽ വലഞ്ഞതെന്ന് പറയാം. കാര്യം OP ടിക്കറ്റ് വിതരണം ഏതാണ്ട് 1/2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. അങ്ങനെ രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വ്യക്തമാണ്. ഏതായാലും നിലവിൽ ജീവനക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ഉണ്ടായില്ല. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ 4 താൽക്കാലിക ജീവനക്കാരുടെ കരാർ പുതുക്കാത്തതിനെ ചൊല്ലിയുള്ള പ്രതിഷേധം ചെറിയ തടസ്സങ്ങൾക്ക് കാരണമായിരുന്നു. ഒരു ഇടവേള കൂടി.